ജെയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജെയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടേതെന്ന പേരിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശത്തെക്കുറിച്ച് പ്രഖ്യാപിച്ച അന്വേഷണത്തിന് സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യു കുഴൽനാടൻ MLA. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണെന്നും ആ ഉത്തരവാദിത്തം പാലിക്കേണ്ട ബാധ്യതയുണ്ടെന്നും MLA. 2018 മഹാപ്രളയം സംബന്ധിച്ച് മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടേതെന്ന പേരിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശത്തെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സ്വാഗതം ചെയ്യുന്നുവെന്ന് മാത്യു കുഴൽനാടൻ MLA. മഹാപ്രളയം മനുഷ്യനിർമ്മിതമാണെന്നും അതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും വെളിവാക്കുന്ന വിധത്തിലാണ് ശബ്ദ സന്ദേശം പുറത്തുവന്നത്. ഇതേക്കുറിച്ച് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. താൻ പൊതുസമൂഹത്തോട് പറഞ്ഞ കാര്യം വ്യാജമാണെന്നും കള്ളമാണെന്നും AI നിർമ്മിതമാണെന്നും CPIM-ഉം LDF-ഉം ആരോപിച്ചിരുന്ന കാര്യം അതിന്റെ സത്യസന്ധത ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള അവസരമാണെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. നമ്മൾ ജനങ്ങളോട് വന്ന് ഒരു കാര്യം പറയും. അപ്പം ഞാനൊരു ജനപ്രതി എന്ന നിലയിൽ, ഒരു MLA എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ഈ നിലയിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ അഴിമതിയും ക്രമക്കേടുമാണ് എന്ന് പറയുന്നു. മറുവശം പറയുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ല, ഇത് വെറും വ്യാജമായ ഓഡിയോ ആണ് ഞാൻ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചത്, അതിൻ്റെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് അതിൻ്റെ ഒരുപാട് മറ്റു വാർത്തകളും കാര്യങ്ങളും വരുമ്പോൾ ജനങ്ങളത് മറന്നു പോകുന്നു എന്നുള്ളൊരു അവസ്ഥയാണ്. പക്ഷെ ഇപ്പോൾ ഒരു സന്തോഷകരമായ കാര്യം, ഒരു തേർഡ് പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി UDF-ന്റെ സർക്കാരിന് കൊടുക്കുകയും ബഹുമാനായ ആഭ്യന്തരമന്ത്രി ആ കാര്യത്തിൽ സംയോജിതമായി ഇടപെട്ട് ഒരു അന്വേഷണം ഏർപ്പെടുത്തുകയും ചെയ്തു. ഞാൻ ആ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. കാരണം ഞാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറഞ്ഞ ഒരു കാര്യം വ്യാജമാണെന്നും കള്ളമാണെന്നും ഞാൻ AI വെച്ചുണ്ടാക്കിയതാണെന്നും തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടിയാണെന്നും CPM-ഉം ഇടതുപക്ഷവും ആരോപിച്ചിരുന്ന ഒരു കാര്യം, അതിൻ്റെ സത്യസന്ധത ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ ഇതിൽ സത്യസന്ധമായ ഒരു അന്വേഷണം, സുതാര്യമായ ഒരു അന്വേഷണം നടക്കും. കൃഷ്ണൻകുട്ടി മിനിസ്റ്ററുടേത് പണ്ട് അദ്ദേഹം പറഞ്ഞ ഓഡിയോ അത് സത്യമാണോ, ഉള്ളതാണോ, അതോ ഞാൻ കൃത്രിമമായി നിർമ്മിച്ചതാണോ എന്നുകൂടി പരിശോധിക്കപ്പെടും ഈ അന്വേഷണത്തിൽ. തീർച്ചയായിട്ടും ആ ഒരു സ്റ്റെപ്പിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ ആഭ്യന്തരമന്ത്രി എടുത്ത ആ ഒരു നിലപാടിനെ ഞാൻ അഭിനന്ദിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്തു. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണെന്നും ആ ഉത്തരവാദിത്വം പാലിക്കേണ്ട ബാധ്യതയുണ്ടെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. പ്രതിപക്ഷത്തായിരുന്നപ്പോ ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ അതിൻ്റെ സത്യസന്ധത അല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലെ ജെനുവിനിറ്റി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ബാധ്യത കൂടി UDF സർക്കാരിനുണ്ട്. അപ്പോൾ ഞങ്ങളാരെങ്കിലും ആ വിഷയത്തിൽ ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഒരു തേർഡ് പാർട്ടിയുടെ പരാതി കിട്ടിയപ്പോൾ ബഹുമാന ആഭ്യന്തരമന്ത്രി അത് സമയോചിതമായി ഏറ്റവും യുക്തമായ ഒരു തീരുമാനം കൈക്കൊണ്ടു. അന്വേഷണം നടക്കട്ടെ. അത് ഇനി ഞാൻ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നത്, അന്വേഷണം നടന്ന് അത് ഞാൻ വ്യാജമായി നിർമ്മിച്ചതാണ് എങ്കിൽ എനിക്കെതിരെ നടപടി സ്വീകരിക്കുകയും, അതല്ല ആ ഓഡിയോ ടേപ്പിൽ പറഞ്ഞ ആ ഓഡിയോ ടേപ്പ് ഒറിജിനൽ ആണ് എങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസെടുത്ത് അഴിമതി നടന്നിട്ടുണ്ടോ എന്ന കാര്യം വ്യവസ്ഥാപിതമായി UDF സർക്കാർ അന്വേഷിക്കാൻ തയ്യാറാകണം. കാരണം മനുഷ്യനിർമ്മിത പ്രളയം എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു, എത്രയോ കോടാനുകോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു. നമുക്കെല്ലാം കേരളം മുഴുവൻ അനുഭവിച്ച വലിയ ഒരു ദുരന്തമായിരുന്നു അത്. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ അങ്ങനെ ഒരു എന്തെങ്കിലും ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി, ചെറിയ ലാഭത്തിന് വേണ്ടി കേരളത്തെ തൊലച്ച ആ ഉത്തരവാദികളെ കണ്ടെത്താൻ കൂടി ബാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഓഡിയോ ടേപ്പ് അല്ലെങ്കിൽ ഓഡിയോ സംഭാഷണം ഒറിജിനൽ ആണ് എന്ന് തെളിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസും അതുപോലെ തന്നെ വിജിലൻസ് കേസും എടുത്ത് അന്വേഷിക്കണം എന്ന ആവശ്യം കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏത് കാര്യത്തിനും സർക്കാരിനോടും പോലീസിനോടും സഹകരിക്കുമെന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. KPCC അധ്യക്ഷ സ്ഥാനത്തിന്റെ കാര്യത്തിൽ പാർട്ടി അതിന്റെ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മാത്യു കുഴൽനാടൻ MLA. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.